നമസ്കാരം സുഹൃത്തുക്കളെ, ഗ്രാമവാസിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഗാഡ്ജറ്റ് വീഡിയോ ആണ്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് തന്നെ ഈ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരും. അൺബോക്സ് ചെയ്ത സാധനമാണ് ഇത് എന്ന് പറയുന്നത് ഒരു ഗാഡ്ജറ്റാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കൊരു ഹെഡ്ഫോണാണിത്. അപ്പോൾ ഇത് ഹെഡ്ഫോൺ എന്ന് പറയുമ്പോൾ ഏതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ MI ബാൻഡാണിത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തതാണിത്. ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഒരു റബ്ബറിലാണ് ഇതിൽ നമ്മുടെ കോളർ ചെയ്തിരിക്കുന്നത്. കോളർ റബ്ബറിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൺട്രോളിങ് സ്വിച്ചസ് വരുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക് തന്നെ കൺട്രോളിങ് ആ ഭാഗത്ത് ബോർഡിൻ്റെ ഭാഗത്ത് ഇവിടെ വോളിയം കൺട്രോളിൻ്റെ 2 സ്വിച്ച് ആണുള്ളത്. വോളിയം കൺട്രോൾ അപ്പ് ആൻഡ് ഡൗൺ, വോളിയം കൂട്ടാനുള്ളതും കുറയ്ക്കാനുള്ളതുള്ള സ്വിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു എന്താണ് നമ്മുടെ പവർ സ്വിച്ച് വരുന്നുണ്ട്. പവർ സ്വിച്ചിൻ്റെ 2 സൈഡിലായിട്ട് തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇതിലൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് നമ്മുടെ USB പോർട്ട് തന്നെയാണ്. നമ്മുടെ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന, സാധാരണ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന പോർട്ട് തന്നെയാണിത്. അപ്പോൾ ഇതിങ്ങനെ മടക്കി വയ്ക്കാം. അപ്പോൾ ഇതിനൊരു ഡിസൈൻ വരുന്നത്, ഇപ്പോൾ ഡിസൈൻ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു റൗണ്ടഡ് റോഡാണ്. അപ്പോൾ അതിനെ പകുതി വന്നിട്ട് ആ റബ്ബറിൻ്റെ ഭാഗം വെച്ചിട്ട് നമ്മൾ അതിനെ പകുതിയാക്കി കട്ട് ചെയ്ത് ഏകദേശം റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇത് കാണാൻ പറ്റും. ഞാൻ അവർ MIയുടെ ബ്രാൻഡ് നെയിം കാണാൻ പറ്റും, ബ്രാൻഡിൻ്റെ എംബ്ലം കാണാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു വെയ്റ്റ്ലെസ് ആണ്. ഇപ്പോൾ ഒരു വെയ്റ്റ്ലെസ് പ്രോഡക്റ്റാണ്. വളരെയധികം വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മുടെ ഈ നെക്ക് ബാൻഡ്, അതായത് ഈ സ്പീക്കർ ഭാഗം വരുന്നിടത്ത് 2 മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു മാരക പ്രോഡക്റ്റ് തന്നെയാണ്. നല്ല ഹെവി ക്വാളിറ്റി ഉണ്ട് ഇതിൽ. നമ്മുടെ സാധാരണ ഹെഡ്ഫോണിൻ്റെ ഈ ബുള്ളറ്റ് ഹെഡ്സെറ്റ് വയ്ക്കുന്നതിനേക്കാളും നല്ലൊരു ക്വാളിറ്റി ഇതിൽ തരുന്നുണ്ട്. നമ്മൾ കൂടുതൽ അങ്ങ് കുത്തി ഇറക്കി വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ തന്നെ കിട്ടും. പിന്നെ ഇതിൽ ഞാനിപ്പോൾ പാട്ട് കേട്ടു. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി ഇതിൽ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു പ്രശ്നം തോന്നിയത്, വീഡിയോയ്ക്ക് ആഡിയോ ക്വാളിറ്റി നല്ല പക്ക ആഡിയോ ക്വാളിറ്റിയാണ്, കിട്ടില്ല ആഡിയോ ക്വാളിറ്റിയാണ്. പക്ഷേ ഇതിനൊരു വേറൊരു പ്രശ്നം എന്നുള്ളത്, നമ്മൾ കോള് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കോള് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് അല്ല. കാരണം ഇതിൽ നമ്മുടെ പുറത്തുനിന്നുള്ള വോയിസ് കയറി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് കേൾക്കുന്ന ആൾക്കാർക്ക് അതൊരു അലവസരമായിട്ട് അവിടെ തന്നെ ഭയങ്കര സൗണ്ടായിട്ട് കേൾക്കും, ക്ലിയർ ഇല്ല. അതാണ് പറഞ്ഞു വരുന്നത്. രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാതിൽ വെച്ചിട്ട് പാട്ടിട്ട് പോകാം. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനൊരു വാട്ടർ റെസിസ്റ്റൻസ് ഇല്ല. കാരണം കുറച്ച് വെള്ളമൊക്കെ വീഴുന്നു കഴിഞ്ഞാൽ, ഇപ്പം ജസ്റ്റ് ഒന്നും വീഴുന്നിട്ടില്ല, വെള്ളം വീഴുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് വെള്ളം ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം മൈക്കിലൊന്നും വേറെ ഇതൊന്നുമില്ല, കാരണം വേറൊന്നും ചെയ്തിട്ടില്ല, വാട്ടർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ ഇനിയൊന്ന് നമുക്ക് ചെയ്യാനുള്ളത്, ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. പിന്നെ നമുക്ക് ഈ പാട്ട് കേൾക്കുന്ന സമയത്തും ഈ വീഡിയോ, നമ്മുടെ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഒരു തിയേറ്റർ എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടും. തിയേറ്റർ എഫക്റ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഏകദേശം ഒരു 1500 രൂപ നിരക്കിൽ ഒരു നെക്ക് ബാൻഡ് വാങ്ങിക്കുന്നെങ്കിൽ ഇതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു 1500 രൂപ നിരക്കിൽ കിട്ടുന്ന ബാൻഡുകളിൽ ഏറ്റവും ഒരു മികച്ച പ്രോഡക്റ്റ് തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. എനിക്കിത് വളരെ കംഫർട്ടബിളാണ്. കാരണം
ഞാനിത് യൂസ് ചെയ്ത് എനിക്ക് ഈ നെക്ക് ബാൻഡ്, അതായത് നെക്ക് ബാൻഡ് എന്ന് പറയുന്ന സാധനം ഇതൊരു യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. പിന്നെ ഇതിലൊരു ഞാൻ പറയുന്നില്ല, ബഡ്സ് ഉള്ള സാധനം എനിക്ക് വളരെ തീരെ ഇഷ്ടക്കുറവാണ്. കാരണം എനിക്ക് അങ്ങനെ കാതിൽ കാറ്റ് കയറുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. വേറെ ഒരു പ്രശ്നമില്ല. കാറ്റിൻ്റെ ആവശ്യത്തിന് നമുക്ക് കാതിനകത്ത് ഈ കാറ്റൊക്കെ കയറുന്നുണ്ട്, എയർ കയറുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ച് ഇതൊന്ന് റിവ്യൂ ചെയ്തതാണ്. ഇത് സാധനം കൊള്ളാമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരിക്കലും ഒരു റിവ്യൂ യൂണിറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതല്ല. പിന്നെ അത്രയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് അത്രയും പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയായിരിക്കും ഇത്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് MI സ്റ്റോറിൽ, നമ്മുടെ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇതുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ഇത് വാങ്ങിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമായിട്ട് അടുത്ത് വീണ്ടും കാണുന്നവരെ ഗ്രാമവാസിയിൽ നിന്ന് നിതീഷ് ആൻഡ് അരുൺ സൈനിങ് ഓഫ്.